ചെമ്പരത്തി ഹൽവ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ തോട്ടത്തിലുള്ള ചെമ്പരത്തിപ്പൂ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഇതളുകളെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി ഒരു പാത്രത്തിലോട്ട് എടുക്കാം. പൂവിൻ്റെ പൂമ്പടിയെല്ലാം ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്തോട്ട് വയ്ക്കാം. അതൊന്ന് തിളച്ച് വരണം. വെള്ളം തിളച്ച് വരുമ്പോൾ ചെമ്പരത്തിപ്പൂ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിൽ കിടന്ന് ഒരു 2 മിനിറ്റ് കുക്കാവണം. അതിലിടുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറി വരും. ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊന്ന് മാറി വരും. ചെമ്പരത്തിപ്പൂവിൻ്റെ കളറെല്ലാം ആ പച്ച വെള്ളത്തിൽ ലയിച്ച് വരും. ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. ഈ അരിച്ച് മാറ്റി വെച്ച ഈ ചെമ്പരത്തി ജ്യൂസിൽ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അരമുറി നാരങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ ജ്യൂസ് ഒഴിക്കുമ്പോൾ കളറൊന്ന് വീണ്ടും മാറിക്കിട്ടും. കോൺഫ്ലോർ റെഡിയാക്കി എടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയെടുക്കുക. കട്ടയില്ലാണ്ട് നന്നായിട്ട് കലക്കി മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഈ 2 ലായനിയും ഒരു ബൗൾ മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ചെറിയ തീയിൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ എടുത്തു കഴിഞ്ഞാൽ ഇത് കട്ടയായി പോകും. കോൺഫ്ലോർ ചേർത്തതുകൊണ്ട് ചൂടാവുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ചെറുതായി ടൈറ്റായി വരുമ്പോൾ തീ കുറയ്ക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അത് കണക്കാക്കി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം കുറച്ച് ഏലക്ക പൊടിയും കൂടി ആ ഫ്ലേവറിന് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒരു 1/2 സ്പൂൺ വീതം നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. പഞ്ചസാരയും ഏലക്കപ്പൊടിയും ചേർത്തതിന് ശേഷമാണ് നെയ്യ് ചേർക്കേണ്ടത്. ഫ്രൈ പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പാകം ആവണം. ആയതിനു ശേഷം നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്യുക. ചെറിയ തീയിലാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രൈ പാനിൽ നിന്ന് ഹൽവ വിട്ടു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ കുറച്ച് കാഷ്യൂനട്ട് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ വെള്ള എള്ളുണ്ടെങ്കിലും അതിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. നല്ല കളർഫുൾ ആയിരിക്കും ആ റെഡ് കളറിൽ ഇതെല്ലാം ഇടുമ്പോഴത്തേക്ക്. നമ്മൾ ഏത് നട്ട്സ് ആണെങ്കിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കാഷ്യൂനട്ട്സ് ഉണ്ടെങ്കിൽ അത്, ഏതാണോ നമ്മളെ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് ഒരു ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രമാണോ അതിലൊന്ന് നെയ്യോ എണ്ണയോ ഒന്ന് തടകിയതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കാം.
നല്ല റെഡ് കളറിലുള്ള ആ നാരങ്ങ നീര് ഒഴിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട്. ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറിൽ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കോൺഫ്ലവർ മിക്സ് ചെയ്തത്. പിന്നെ നമ്മളതിനെ കുറുക്കിയെടുത്തു. നെയ്യും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്തു. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. അത് വച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹൽവയാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. ടൈറ്റ് ആക്കിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റായി വരും. അങ്ങനെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.